ഏതൊരു ചന്ദ്രനെ കുറിച്ചാണ് എന്റെ വീടിന്റെ അടുത്തുള്ള ഇല്ലത്തെയാ. നീ തൃശ്ശൂരല്ലേ വീട്? അവിടെ നമ്പൂതിരിയാ. അതിനെ തൃശ്ശൂർ അമ്പൂലും ഉണ്ടാക്കിവിടെ. അല്ല ചോദിച്ചല്ലേ മച്ചാ. ഇത് പിടിച്ച് ഞാൻ നോക്കിട്ട് നീ നോക്കിട്ടോ. എന്തുവള്ളിലേക്കാണോ? അപ്പോ ഹായ് ദേവാ, നീ എന്താ ഇവിടെ? ഞാനേ പത്മനാഭനെ കാണാൻ ഇറങ്ങിയതാ. അപ്പൊ പോണ വഴിക്ക് നമ്മൾ ഉണ്ണിക്കുട്ടി ഒന്ന് കാണാന്ന് വെച്ചു. അവൻ ടെക്നോ പാർക്കല്ലേ ജോലി ചെയ്യുന്നത്? ഉവ്വ്. എടാ ഇത് ഇൻഫോ പാർക്കാണ്. ഓ അതെയോ? അപ്പൊ ഇതെവിടെയാ? ഇതിന്റെ ബാക്കിലാണോ? പാക്കില്ല, അത് തിരുവനന്തപുരത്താണ്. അപ്പൊ ഇതെവിടെയാ? എടാ ഇത് കാക്കനാടാണ്, കൊച്ചി കാക്കനാട്. തിരുവനന്തപുരത്തോട് നീ എങ്ങടാ ഇവിടെ വന്നിറങ്ങിയേ? ഉണ്ണിക്കുട്ടൻ പറഞ്ഞു 1 മണിക്കൂറേ യാത്ര ഉള്ളൂ അവിടുന്ന്. അപ്പൊ അങ്ങനെ ഞാൻ തീവണ്ടി കയറി 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ഇവിടെ ഇറങ്ങി പാർക്ക് തപ്പിപ്പിടിച്ച് ഇവിടെ എത്തി. അവ ഫ്ലൈറ്റിനായിരിക്കും പോണേ. ഓ അതെയോ? എന്തായാലും ദേവനെ കണ്ടത് ഭാഗ്യായി. നീ ഇപ്പൊ ദേവന്റെ ഓഫീസൊക്കെ കണ്ട് പയ്യെ പോവാലോ. ആഫീസോ? അവിടെ കാണാൻ മാത്രമൊന്നും ഇല്ല. എന്താ ഒരു ചുറ്റിക്കളി? വല്ല വേളി ഉണ്ടോ അവിടെ? എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട് ദേവൻ അവിടെ എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന്. ഒന്നുമില്ല, നിനക്ക് ഓഫീസ് കണ്ടാ പോരെ? ഞാൻ കാണിച്ചു തരാം. എങ്ങും പോയല്ലേ, ഇവിടെ തന്നെ നിക്കണേ. ഞാൻ ഇപ്പൊ വരാവേ. വേഗം വന്നോളൂ കേട്ടോ. എടാ പാളി അതെന്തിക്ക് ഓഫീസ് ആണെന്ന് പറഞ്ഞത്. അതിനിപ്പം എന്താ നീ ബാ, നമുക്ക് പോവാലോ. ഇന്നോർക്ക് എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടി ഹോമം ചെയ്യ ഹോമം. ബാ അലമ്പൊന്നും ഉണ്ടാക്കില്ല സൂക്ഷി കയറി വരണേ. എടാ ദേവ നിന്നെ പ്രശസ്തനെ വിളിക്കുന്നുണ്ട്. പണ്ടാരം വലുതേരെ വെച്ചപ്പോഴേ പണിയാണല്ലോ. ഇതെന്ത് സാധനം? നീ ഇവിടെ ഇരിക്കി, ഞാൻ ഇപ്പൊ വരാം. സമ്പൂർണ്ണ സോമ മുഖകമലം ശരി കിട്ടിയല്ലേ? കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഞാൻ എവിടെ നിർത്തിട്ട് ഉണ്ടാക്കാനായിട്ടാണ്. തിരുവനന്തപുരം മുമ്പ് 8-10 ദിവസമുണ്ട്, കുറച്ച് പ്ലേയേഴ്സും ഉണ്ട്. ഇതൊക്കെ ഞാൻ എന്ത് കണ്ടന്റ് ഉണ്ടാക്കാനാ? ശരിയാണ്. പക്ഷെ ഒരു വഴിയുണ്ട്. എന്തൊഴി? പുറത്തൊരു ചന്ദനക്കുടത്തിനെ കൊണ്ട് ഇരുത്തിട്ടില്ലേ, അവൻ നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് തട്ടിയാലോ? അവന് ക്രിക്കറ്റ് അറിയോ? കുട്ടിയും കൂടി അറിയാം. മതി.